ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്മീൻ തലക്കറിയാണ്. നല്ല കുടംപുളി ഇട്ട് വെറ്റിച്ച് ഷാപ്പിലെ കറിയുടെ ടേസ്റ്റിലുള്ളൊരു നെയ്മീൻ തലക്കറി. ഈ കറി പുഴുങ്ങിയ കപ്പട കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ളൊരു നെയ്മീൻ്റെ തല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി കുറച്ച് കുടംപുളി ചെറു ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്തു. കടുകും ഉലുവയും നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തു. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറിയിൽ ഞാൻ സവോള ചേർക്കണില്ല. സവോള ചേർത്തുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. ഉള്ളി ഇതവിടെ ഏകദേശം വാടിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കണം. കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ ഇതാ പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അടുത്തായിട്ട് ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ, ഇല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം വെന്ത് തുടങ്ങി. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ തേങ്ങ ഒന്നും അരച്ച് ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തക്കാളി ഇങ്ങനെ അരച്ച് ചേർക്കണത്. തക്കാളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി ചേർക്കാം. കുടംപുളി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളത്തോട് കൂടി ചേർത്തത്. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇനി ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കറി ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെയ്മീൻ്റെ തല ചേർത്ത് കൊടുക്കാം. ഒരു 4.5 കിലോ തൂക്കം വരുന്ന ഒരു നെയ്മീൻ്റെ തലയാണ് കേട്ടോ ഇത്. ഈ തല മാത്രം ഏകദേശം ഒരു 3/4 കിലോളം തൂക്കം വരും. തലക്കറി വയ്ക്കുമ്പോൾ ഇത്രയെങ്കിലും വലിപ്പമുള്ള ഒരു തല വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മീനിൻ്റെ ഏകദേശം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കുത്തിയിളക്കാതെ ശ്രദ്ധിക്കണം. കുത്തിയിളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇനി ഒരു 2 മിനിറ്റും കൂടെ കിടന്ന് ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്ത് ചാറ് കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഈ കറിയുടെ മേലെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇടാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഈ കറി ഒന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് തുറന്ന് നോക്കുമ്പോൾ ദാ ഇതുപോലെ ഇരിക്കും. ഷാപ്പ് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റിലുള്ള ഒരു നല്ല അടിപൊളി നെയ്മീൻ തലക്കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുപോലെയാണോ മീൻ തലക്കറി ഉണ്ടാക്കാറെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ വെച്ച് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.